പൂഞ്ഞാറുകാരനായ പഴയ MLA എന്തൊക്കെയാണ് വിളിച്ചു പറഞ്ഞത്? നമ്മൾ പലപ്പോഴും പറയുന്ന വിഷയമാണ്. ഓന്തുപോലും നാണിച്ചു പോകും അദ്ദേഹത്തിന്റെ മുമ്പിൽ. ഇസ്ലാം എന്ന് പറഞ്ഞാൽ തീവ്രവാദമാണ്, ഭീകരവാദമാണ്, പാകിസ്ഥാനിലേക്ക് പോടാ എന്ന് വിളിച്ചു പറയുന്ന മനുഷ്യൻ ഇലക്ഷൻ വരുമ്പോഴേക്ക് അഭിപ്രായമൊക്കെ മാറ്റുക. മുസ്ലിങ്ങളെ പോലെ നല്ല മനുഷ്യന്മാരാരാ? അവര് കഷ്ടപ്പെട്ടതുപോലെ ഈ രാഷ്ട്രത്തിന് വേണ്ടി കഷ്ടപ്പെട്ടതാരാ? ക്രിസ്ത്യാനികൾ പോലും അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നാണ്. അതായത് താൻ നിലനിൽക്കുന്ന മണ്ഡലത്തിൽ ഭൂരിപക്ഷം ആർക്കാണോ അവരെ അനുകൂലിച്ചങ്ങ് പ്രസ്താവന ഇറക്കിയാൽ നമ്മൾ അദ്ദേഹത്തിന്റെ പിന്നാലെ പോയി വോട്ട് ചെയ്യുമെന്ന മൗഢ്യത്തിൽ നിന്നാണ് ഇത്ര വലിയ വിരോധാഭാസങ്ങൾ വിളിച്ചു പറയുന്നത്. ഇവിടെ ക്രിസ്ത്യാനികളാകട്ടെ മുസ്ലിങ്ങളാകട്ടെ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയുണ്ട്. നമുക്കിടയിൽ ഇലക്ഷൻ കടന്നു വരുമ്പോൾ നമ്മൾ തെരഞ്ഞെടുക്കേണ്ടത് ആരെയാ? മതേതര ബോധ്യത്തിൽ നിലനിൽക്കുന്ന, ജനങ്ങൾക്കിടയിൽ ഭിന്നതയുണ്ടാക്കാത്ത, ജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന ആ നല്ല മനുഷ്യന്മാർ. അത് ഏത് പാർട്ടിയിലാണെങ്കിലും നമ്മൾ തിരഞ്ഞെടുക്കണം. പക്ഷേ ഇവിടെ ജനങ്ങൾക്കിടയിൽ വർഗീയതയുണ്ടാക്കുന്ന, ജനങ്ങളെ തമ്മിലടിപ്പിക്കുന്ന ആളുകളെ ആകരുത്. അത് ഏത് വേഷത്തിൽ വന്നാലും എങ്ങനെയൊക്കെ നമ്മളെ പൊക്കിപ്പറഞ്ഞാലും അവരെ മാറ്റി നിർത്തിയിട്ട് ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ സംരക്ഷിക്കാൻ നമ്മൾ മുമ്പിൽ ഉണ്ടാകണമെന്നാണ്.